مأمون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلاتهم يحافظون أولئك في جنات مكرمون صدق الله العلي. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വഴി ഹിദായത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്ത് ഖുർആൻ ഒരു കൂട്ടർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു അവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും പരിപൂർണ ഈമാനോടുകൂടെ മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും അൽ മആരിജ് സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. മആരിജ് സൂറത്തിൽ നിന്ന് 19 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത് 35 കൂടിയ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിലെ അൽ മുഅ്മിനൂന സൂറത്തിന്റെ ആദ്യത്തിൽ വന്നതുപോലെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ട 2 സൂറത്തുകളാണ്. ഒന്ന് അൽ മുഅ്മിനൂന സൂറത്തും 2 അൽ മആരിജ് സൂറത്തും. അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പൊതുവെ മനുഷ്യനുണ്ടാകുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഇന്ന് നമ്മൾ ഓതി വച്ച ആദ്യത്തെ 3 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു ആക്ഷേപിക്കുന്ന ആ സ്വഭാവം ഇല്ലാത്തവർ അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. അവർക്കുള്ള ചില അടയാളങ്ങൾ അല്ലാഹു തുറന്ന് പറയും. ആദ്യം അല്ലാഹു പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. തീർച്ചയായും മനുഷ്യവർഗം സമ്പത്തിനോട് അത്യാഗ്രഹമുള്ള രൂപത്തിൽ പടക്കപ്പെട്ടിരിക്കുന്നു. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. അത്യാഗ്രഹിയായ രൂപത്തിൽ മനുഷ്യൻ പടക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അത്യാഗ്രഹമുണ്ട്.
ഇദാ മസ്സഹു ശർറു ജസൂഅ, വിഷമം അവനെ സ്പർശിക്കുമ്പോൾ അവൻ അക്ഷമനാകും, ക്ഷമയില്ലാത്ത അവസ്ഥ കാണിക്കും. വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, എന്നാൽ നന്മ അവനെ സ്പർശിച്ചാൽ അവൻ മുടക്കം ബാധിച്ചവനാകും. ഇത് അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്. അതായത് ഐഹികമായ ജീവിതം മാത്രം ലക്ഷ്യം വെക്കുന്നവർ, അതിലെ വിഭവങ്ങൾ വാരിക്കൂട്ടണം എന്നുള്ള ഒരു അത്യാഗ്രഹമുള്ള ആളുകൾ, ശാരീരികമായോ സാമ്പത്തികമായോ എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവർ തീരെ ക്ഷമയില്ലാത്ത അവസ്ഥ കാണിക്കും, അക്ഷമരാവും, പൊറുതികേട് കാണിക്കണം. എന്നാൽ അവർക്ക് ധാരാളം അനുഗ്രഹം ലഭിക്കുമ്പോഴോ അതിന് അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നതിന് പകരം അവർ അതൊക്കെ മുടക്കം ബാധിച്ച ഒരു കൂട്ടരായിട്ട് മാറും. ഇങ്ങനല്ലല്ലോ വേണ്ടത്. വിഷമം വരുന്ന ഘട്ടത്തിൽ നല്ല ക്ഷമയും, അനുഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അതിനിക്ക് അള്ളാഹുവിനിക്ക് ശുക്റും, ഇതാണ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ ഈമാന്റെ പകുതി സ്വബറാണെങ്കിൽ അടുത്ത പകുതി ശുക്റാണ്. പകുതി ക്ഷമയും പകുതി നന്ദിയും എന്നർത്ഥം. നോക്കൂ എത്ര കൃത്യമാണ്. അത്യാഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ദുനിയാവിലെ വിഭവങ്ങൾ വാരിക്കൂട്ടണം, അതിൽ അഭിവൃദ്ധി വേണം. അതിങ്ങനെ പോരാ പോരാ എന്നുള്ള ഒരു തോന്നൽ മാത്രമേ അവർക്ക് വരും, സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതിൽ എന്തെങ്കിലും എവിടെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, ബിസിനസ്സിൽ ഒരു ഇടിവ്, അല്ലെങ്കിൽ കുറഞ്ഞൊരു സൗകര്യം കുറവ്, ഭക്ഷണത്തിൽ കുറച്ചൊരു കുറവ്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോഴോ അള്ളാഹ്ക്ക് നന്ദിയില്ല, ശുക്രുമില്ല, സബറുമില്ല. ഇത് പൊതുവെ അവരുടെ ഒരു സ്വഭാവമാണ്. ഇത് നമുക്ക് പാടില്ല എന്നുള്ളതാണ്, ഒരിക്കലും പാടില്ല. ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്, അമ്പിയാ മുർസലുകളാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, അള്ളാന്റെ തിരുദൂതർ പോലും പറഞ്ഞതങ്ങനെ. വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ വന്നത് അമ്പിയാക്കൾക്കാണ്. എല്ലാ നിലക്കും പെർഫെക്റ്റായ ഒരു വിഭാഗം, തെറ്റ് തീരെ ചെയ്യാത്തവർ, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പ്രചാരകരായ പ്രബോധകന്മാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു തആല ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ കൊടുത്തു. പ്രബോധന രംഗത്ത് വന്നു, ശാരീരികമായ പ്രയാസങ്ങൾ വന്നു, സാമ്പത്തികമായ ഞെരുക്കം വന്നു. ഏറ്റവും സ്ഥാനമുള്ള നമ്മുടെ നബിദൂതർ പോലും എത്ര ദിവസം പട്ടിണി കിടന്നു. വിപുലമായ രൂപത്തിൽ വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല, വാഹനമില്ല. ഇനി അതിൻ്റെയൊക്കെ പുറമെ എല്ലാം ഉണ്ടായിട്ടും എല്ലാ കഴിവും അള്ളാഹു കൊടുത്തിട്ടും രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു. ഇതെന്തിനാ? ലോകാവസാനം വരെ സത്യവിശ്വാസികൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു ഇവൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അത് ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കണം. പക്ഷെ അധികം ആളുകളും അതിൽ വിജയിക്കില്ല. അധികം ആളുകളെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യ നമ്മുടെ സമുദായത്തിൽ കുറവ്. എന്നാൽ എന്നാലും ആത്മഹത്യ വരുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്തൊക്കെ തലകുത്തനെ വന്നാലും, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഒരു കാരണവശാലും ആത്മഹത്യയിലേക്കോ മറ്റോ ഒരാൾ നടന്നെടുക്കില്ല. കാരണം ജീവിതം യഥാർത്ഥത്തിൽ മരണത്തിന്റെ ശേഷം. ഇവിടെ എത്ര പ്രയാസങ്ങൾ വരുന്നുവോ അതിനനുസരിച്ച് ഇവിടെ എത്ര സുഖം നമുക്ക് ലഭിക്കുന്നുവോ അതിനനുസരിച്ച് കുറയും. ഏത് കാര്യം അങ്ങനെയുള്ള സുഖം കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രയാസം കാണും. ഡീസൽ വിലയിൽ അല്പം ആശ്വാസം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഏത് വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാലും സൗകര്യം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് പ്രയാസങ്ങൾ. പ്രയാസങ്ങൾ നമുക്ക് വരുന്നുണ്ടോ പരലോകത്ത് അതിനനുസരിച്ച് നമുക്ക് ആശ്വാസം ലഭിക്കും. അള്ളാഹു പറയുന്നത്, അള്ളാഹു താല ഈ ആദ്യത്തെ 2-3 ആയത്തുകളിലൂടെ ആക്ഷേപാർഹമായ ആ സ്വഭാവത്തെ അള്ളാഹു പറയുന്നു.
ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, അത്യാഗ്രഹിയായ രൂപത്തിൽ തീർച്ചയായും മനുഷ്യൻ പടക്കപ്പെട്ടിരിക്കുന്നു. ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. ഒരു വിഷമം അവനെ ബാധിച്ചാൽ അവൻ അക്ഷമനാവുകയും അവനെ അനുഗ്രഹങ്ങൾ ഖൈർ അവനെ ബാധിച്ചാൽ അവൻ മുടക്കം ബാധിച്ചവനാവുകയും ചെയ്യുന്നു. ഇനി ശ്രദ്ധിച്ചോളൂ, ഇനി ആർക്ക് ഇത് ഉണ്ടാവില്ല എന്നാണ് ശേഷം പറയുന്നത്. ഒരു കൂട്ടർക്ക് ഇത് ഉണ്ടാവില്ല. അതാരൊക്കെ? ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഇനി ഏതാനും കാര്യങ്ങൾ അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്. അവർക്ക് ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടാവില്ല. അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് വേണം. ഞാനെന്ന അർത്ഥമൊക്കെ ശ്രദ്ധിച്ചോ. ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ, അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവരുടെ നിസ്കാരത്തിന്റെ മേലിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാരൊഴികെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും ഈ വേണ്ടാത്ത സ്വഭാവം ഉണ്ടാവില്ല. അവർക്ക് അത്യാഗ്രഹം ഉണ്ടാവില്ല. നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത്യാഗ്രഹം ഉണ്ടാവില്ല. കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷമയില്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിന് കൃത്യമായി നന്ദി ചെയ്യുന്നവരായിരിക്കും. ഒന്ന് നിസ്കാരം. അത് ഞാനത് അർത്ഥമൊക്കെ എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തത് വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം. ഒരു കൂട്ടരിലും ആ വൃത്തികെട്ട സ്വഭാവം ഉണ്ടാവില്ല. അതാരാണ്? ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം. അവരുടെ ധനത്തിൽ ഒരു നിശ്ചിത വിഹിതമുണ്ട്. ആർക്ക്? ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാതെ മുടക്കം ബാധിച്ചവർക്കും അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചിത വിഹിതമുണ്ട്. അവരിലും ആ സ്വഭാവം ഉണ്ടാവില്ല. ഒന്ന് നിസ്കാരം, രണ്ടാമത്തെ സകാത്ത്, അതുപോലെ സദഖ. വീണ്ടും അല്ലാഹു പറയും വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. പ്രതിഫലദാന ദിനത്തിൽ അവർ വിശ്വസിക്കുന്നവരായിരിക്കും. അത്തരം കൂട്ടരിലും ആ സ്വഭാവം ഉണ്ടാവില്ല. നിസ്കാരമുണ്ട്, തങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു നിശ്ചിത വിഹിതം പാവങ്ങൾക്കുണ്ട്. അതോടുകൂടെ പ്രതിഫലദാന ദിനത്തിലെ അവർ സത്യപ്പെടുത്തുന്നു, അതിൽ അവർ വിശ്വസിക്കുന്നു. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ശിക്ഷയെ അവർ വല്ലാതെ ഭയപ്പെടുന്നു. അത്തരത്തിലുള്ള ആളുകളിലും ആദ്യം പറഞ്ഞ സ്വഭാവം ഉണ്ടാവില്ല. വീണ്ടും അല്ലാഹു പറയും ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. തീർച്ചയായിട്ടും അവരുടെ രക്ഷിതാവിൽ നിന്ന് വരാൻ പോകുന്ന ശിക്ഷ, അതിനെ സംബന്ധിച്ചവർ നിർഭയരായിരിക്കേണ്ട ഒന്നല്ല. അത് എന്തായിരുന്നാലും വരും. അപ്പൊ ആ ശിക്ഷയെ പറ്റി അവർക്ക് നല്ല പേടിയുണ്ടാവും. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മാത്രമല്ല ആ വിഭാഗം നല്ലവർ, അവർ അവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവരുടെ ഭാര്യമാരിലും അതുപോലെ അവരുടെ അടിമകളിലും ഒഴികെ അവർ ആ വിഷയത്തിൽ ആക്ഷേപാർഹരല്ല. സ്വന്തം ഭാര്യമാരുടെ അരികിലേക്ക് പോകാം, അടിമകളുടെയും ആ സമ്പ്രദായം ഇന്നില്ല. അതേസമയം അതിനപ്പുറത്തേക്ക് അത് വിട്ട് ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ അതിരുവിട്ടവനാണ്, പാടില്ല. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അവർ വിശ്വസിച്ച് ലഭിച്ചതിലും അവരോട് കരാർ ചെയ്തതിലും അവർ സത്യസന്ധത പാലിക്കും, അതവർ വീട്ടും. അങ്ങനെയുള്ള ആളുകളിലും ആദ്യം പറഞ്ഞ സ്വഭാവം ഉണ്ടാവില്ല. വല്ലദീന ഹും ബിശഹാദാതിഹിം
ഖായിമൂൻ. മാത്രമല്ല ആ വിഭാഗം ആളുകൾ, ആ നല്ല വിഭാഗം ആളുകൾ അവർ സാക്ഷി നിൽക്കുന്നവരായിരിക്കും, അത് നിർവഹിക്കും കൃത്യമായിട്ട് അവർ. വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. അവരവരുടെ നിസ്കാരത്തിന്റെ മേലിൽ അതിസൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും. നിസ്കാരം ആദ്യം പറഞ്ഞ അവസാനം പറയുന്നു ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ. അവർ സ്വർഗ്ഗത്തോപ്പുകളിലാണ്, അവർ ആദരിക്കപ്പെട്ടവരാണ്, ആദരണീയരാണ് അവർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആദ്യം അള്ളാഹു 3 ആയത്തുകളിലൂടെ മനുഷ്യനെ ആക്ഷേപിച്ചു. പിന്നീട് അള്ളാഹു താല ഈ കാര്യങ്ങളുള്ള ആളുകൾക്ക് ആ ആക്ഷേപാർഹമായ സ്വഭാവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നല്ല ആളുകൾ അവർ ആദരണീയരാണ്, അവർ ആദരിക്കപ്പെട്ടവരാണ് എന്ന് തുടർന്ന് അള്ളാഹു പറയുന്നു. അവർ സ്വർഗ്ഗത്തോപ്പുകളിലാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇവിടെ ആദ്യം അള്ളാഹു താല പറഞ്ഞത് നിസ്കാരത്തെ പറ്റിയാണ്. നല്ലോണം ശ്രദ്ധിക്കണം ഈ ഭാഗം. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. നിസ്കാരത്തിന്റെ മേൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരായിരിക്കും അവർ. അവിടെ ദായിമൂൻ എന്നതിന്റെ വ്യാഖ്യാനം അവർ നിസ്കാരം നിർവഹിക്കും. എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ വല്ല നിസ്കാരവും അവർക്ക് സമയത്ത് നിർവഹിക്കാൻ കഴിയാതിരുന്നാൽ അവർ വളരെ ഭയത്തോടുകൂടെ അതിനെ പരിഗണിച്ച് വേഗം അവർ ഖളാ വീട്ടും. ഇതാണ് ദായിമൂൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഖളാ ആക്കണമെന്നല്ല. കാരണമില്ലാതെ ഒരു നിലക്കും ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം സമയത്തെ വിട്ട് ബന്ധിക്കാൻ പാടില്ല. അത് കൃത്യമായി നിസ്കരിക്കണം. ഏറ്റവും നല്ലത് സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കലാണ്. പിന്നെ നമുക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് പിന്തിക്കാൻ പറ്റുന്നത്. എന്തായിരുന്നാലും ഒരു നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് നമ്മൾ കേട്ടാൽ, അതല്ലെങ്കിൽ സമയമായി എന്നറിഞ്ഞാൽ ആ നിസ്കാരം ഇന്ന സമയത്ത് നിർവഹിക്കുമെന്ന് നമ്മൾ മനസ്സിൽ കരുതാം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിലാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് 12:30 അവൻ ബസ്സിലാണ്. അവൻ കരുതി ഇൻഷാ അല്ലാഹ് 12:45 ആവുമ്പോഴേക്ക് ടൗണിലെത്തും, ജമാഅത്തിൽ പങ്കെടുക്കണം. ഇനി അതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ കുറ്റക്കാരനല്ല. നേരെ മറിച്ച് ബാങ്ക് വിളിച്ചു, നിസ്കാരത്തിന് സമയമായി, അതിനുശേഷം വുളൂ ചെയ്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ മരിച്ചാൽ ആ വിഷയത്തിൽ അവൻ ചോദിക്കപ്പെടും. അതാണ് സമയമായ ഉടനെ ഉറപ്പിക്കണമെന്ന് പറയുന്നത്. ഒരാളങ്ങനെ മനസ്സിൽ കരുതിയെന്നില്ല. അടിച്ച് അവൻ മരിച്ചാൽ 1 മണിക്കൂർ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പലത് കാരണം ചിലപ്പോൾ നമുക്ക് നിസ്കാരം ആ സമയം വിട്ട് നഷ്ടപ്പെട്ടാലോ? നഷ്ടപ്പെടരുത്. സയ്യിദ് അബ്ദുറഹ്മാൻ ഉസ്താദുൽ അസാദിദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള മഹത്തുക്കള് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കാരം ഖളാ ആകാത്തവരാണ്. നിസ്കരിക്കാത്തവരല്ല, അധിക ആളുകളും നിസ്കരിക്കുന്നവരാണ്. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഖളാ ആയിട്ടുണ്ടാവും. അവരുടെ ആ ജാഗ്രത നോക്കണം, ആ വിഷയത്തിലുള്ള ഒരു തീവ്രത നോക്കണം. അതുകൊണ്ടാണ് അവർക്ക് ഒരൊറ്റ നിസ്കാരം പോലും നഷ്ടപ്പെടാതിരുന്നത്, ഖളാ ആകാതിരുന്നത്. അപ്പൊ അവർക്ക് ആക്രാന്തം ഉണ്ടാവില്ല, അവർക്ക് അത്യാഗ്രഹം ഉണ്ടാവില്ല, അവർക്ക് ക്ഷമയില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. എന്ത് വന്നാലും ക്ഷമ ഉണ്ടാവും. അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്കൊക്കെ അവർ നിരന്തരം നന്ദി ചെയ്യും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു കൃത്യമായി നിസ്കരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പറയുന്നത് ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അള്ളാഹു പറയുന്നു നിസ്കരിക്കുന്നവരൊഴികെ കബീർ നല്ല പണിയാണല്ലേ. കബീര സാറിലട അതിനുള്ള കൂലി ഉണ്ടാവും. അപ്പൊ ആദ്യം അല്ലാഹു തആല പറയുന്നത് നിസ്കാരത്തെ പറ്റിയാണ്.
നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ വേണം. അള്ളാഹു ഖുർആനിൽ അനവധി സ്ഥലങ്ങളിലൂടെ ഇത് സംബന്ധമായിട്ട് പറയുന്നു. ഇനി മുഅ്മിനൂന സൂറത്തിൽ അള്ളാഹു പറയുന്നത് നമുക്ക് പിന്നെ പറയാം. രണ്ടാമത് അള്ളാഹു പറയുന്നത്, അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഖുർആനിൽ അനവധി ആയത്തുകൾ, 200-ൽ പരം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെയധികം കണക്കിലെടുക്കണം. പിന്നീട് അള്ളാഹു പറയുന്നത്, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. രണ്ടാമത് പറയുന്നത്, ഒരു കൂട്ടരിലും ആ വൃത്തികെട്ട സ്വഭാവം ഉണ്ടാവില്ല. അവരാരാ? ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം. അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചിത ഹക്കുണ്ടാകും, വിഹിതമുണ്ടാകും. ആർക്ക്? ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാതെ മുടക്കം ബാധിച്ചവർക്കും. നോക്കൂ, നിസ്കരിക്കും അവർ, അതോടുകൂടെ അവരുടെ മുതലിൽ ഒരു വിഹിതം ഉണ്ടാവും. ആർക്ക്? ചോദിക്കുന്നവർക്കും ഉണ്ടാവും, ചോദിക്കാത്തവർക്കും ഉണ്ടാവും. ചോദിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നേരെ ചിലർ ചോദിക്കും വന്നിട്ട്, ചിലർക്ക് മടി ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ മിസ്കീനാണ്, എടോ ഞാൻ ഫക്കീറാണ്, അല്ലെങ്കിൽ ഞാൻ വഴിയാത്രക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു പുതു മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു കടക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളാണ്. ഇത്ര പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അല്ല സക്കാത്തിന്റെ വിഹിതം എനിക്ക് തരണം എന്ന് ചിലർ ഓപ്പണായിട്ട് വന്നിട്ട് നേരിട്ട് പറയും. എന്നാൽ ചിലർ പറയില്ല. മഹ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? തടയപ്പെട്ടവർ. തടയപ്പെട്ടവർ പലതുകൊണ്ടും ആകാം. വലിയ തറവാട്ടുകാരനാകാം, മാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് തന്റെ പ്രയാസങ്ങൾ ആരോടും പറയാത്തവർ, അതാണ് മഹ്റൂം. കണ്ടാൽ തോന്നിപ്പോ ഓരോ നടത്തൊക്കെ കണ്ടാൽ ചിലപ്പോൾ വലിയ മൊബൈലൊക്കെ ഉണ്ടാവും, അത്യാവശ്യം നല്ല ഒരു വാച്ച് ഉണ്ടാവും, 1.5 വാച്ച്. ഇത് കാണുമ്പോൾ നമുക്ക് അദ്ദേഹം ഒരു സാധുവാണെന്ന് തോന്നൂല. വീട്ടിൽ കട്ടപ്പുകയായിരിക്കും, ആള് വലിയ മിസ്കീനായിരിക്കും. പക്ഷെ അഭിമാനം നഷ്ടപ്പെടാതെ ഉള്ളതൊക്കെ ഉള്ള സ്ത്രീട്ട് ഉഷാറായിട്ട് നടക്കുന്നത് കണ്ട എവിടെയും കമ്മിയാക്കൂല. അവരെ മാന്യത കാരണമാണ് അവർ ആരോട് ചോദിക്കാത്തത്. അല്ലെങ്കിൽ സഹോദര, അംഗവൈകല്യം സംഭവിച്ചോ മറ്റോ നമ്മുടെ അരികിലേക്ക് വരാൻ കഴിയാത്തവരുണ്ടാകും, അവരും മടക്കം ബാധിച്ചവർ. അംഗവൈകല്യം സംഭവിച്ച അവർക്ക് നമ്മുടെ അരികെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് വരാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല, അവരും മടക്കം ബാധിച്ചവരാണ്. അപ്പോ മുഅ്മിനായ മനുഷ്യന്റെ ധർമ്മം എന്താ? നോക്കൂ, അത്യാഗ്രഹമില്ല എന്ന് അള്ളാഹു പറയുന്ന നല്ല ആളുകളുടെ അടയാളം, ഒന്നൊരു നിസ്കാരം ശ്രദ്ധിക്കും, 2 അവിടെ മുതലിൽ നിന്നൊരു നിശ്ചിത വീതം ഈ 2 കൂട്ടർക്കുണ്ടാവും. ഹഖ്ഖുൻ മഅലൂം, ഒരു നിശ്ചിത വിഹിതം ഉണ്ടാവും. ആ നിശ്ചിത വിഹിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ സക്കാത്താണ്. സുന്നത്തായ സ്വതക്കവാനുണ്ട്. അപ്പൊ 1 ലക്ഷം ഒരു കൊല്ലം നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അതിൽ 2500 രൂപ എന്താണ്? അത് ഒരു നിശ്ചിത വിഹിതം കൊടുക്കണം. 10 ലക്ഷം ഒരു കൊല്ലം പാത്ത് വെച്ചാൽ 25,000 രൂപ നിർബന്ധമായിട്ടും അതിൽ നിന്നെടുത്ത് സക്കാത്ത് കൊടുക്കണം. അത് ഹഖ്ഖുൻ മഅലൂം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വളർച്ച, അഭിവൃദ്ധി എന്നൊക്കെയാണ് അതിന്റെ നേരർത്ഥം. നമ്മുടെ സമ്പത്തിൽ നിന്ന് ആ നിശ്ചിത വിഹിതം നൽകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ള നമ്മുടെ സമ്പത്ത് എന്താകുന്നത്. നോക്കൂ, നമ്മൾ ആ നിശ്ചിത വിഹിതം കൃത്യമായിട്ട് നൽകുമ്പോൾ മാത്രമാണ് ആ സമ്പത്ത്, ബാക്കിയുള്ള നമ്മുടെ മുതൽ ശുദ്ധീകരിക്കപ്പെടുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആ വിഹിതം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള സമ്പത്ത് അതിൽ വിശുദ്ധി വന്നു. മാത്രമല്ല, അള്ളാഹു അതിൽ വളർച്ച നൽകണമെങ്കിലും നമ്മുടെ ധനത്തിൽ വളർച്ച നൽകുന്നതും എപ്പോഴാണ്? ആ നിർബന്ധമായ വിഹിതം നമ്മൾ കൊടുക്കുമ്പോഴാണ്. അത് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ലാമിക സമാജത്തിന്റെ അധിപനായിരുന്ന സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം, അമീറുൽ മുഅ്മിനീൻ, രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന ഇസ്ലാമിക ഭരണത്തിന്റെ ചെങ്കോൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ അന്ന് യമനിലെ ഗവർണർ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. യമനിന്റെ ഗവർണർ മുആദ് റളിയല്ലാഹു അൻഹു. ഓരോ രാജ്യത്തും ഗവർണർമാരുണ്ട്.
അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിൽ ഗവർണറായിട്ട് നിയോഗിച്ചു. സക്കാത്ത് പിരിച്ചെടുത്തിട്ട് അതവിടെ ആ വിഹിതം പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. ആ കൊല്ലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പിടിച്ചെടുത്ത സക്കാത്തിന്റെ മുതലിന്റെ 1/3 ഉമർ റളിയല്ലാഹു അൻഹു അരികെ വന്നു. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചൂടായി സംസാരിച്ചു. ഞാൻ നിങ്ങളോട് സക്കാത്തിന്റെ മുതൽ പിടിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല പറഞ്ഞത്, അവിടെ യമനിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ആ സക്കാത്ത് വിഹിതം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്ത് കൃത്യമായി പിടിച്ചെടുക്കുകയും അതിന്റെ വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു, ബാക്കി വന്നതാണിത്. ഉമർ റളിയല്ലാഹു അൻഹു സമാധാനായി. അടുത്ത കൊല്ലം മുആദ് റളിയല്ലാഹു അൻഹു പിടിച്ചെടുത്തിന്റെ 2 ഭാഗമായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും രോഷാകുലനായി. ഇതെന്താ, സക്കാത്തിന്റെ വിഹിതം പിടിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞത്? അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം സക്കാത്തിന്റെ വിഹിതമൊക്കെ പിടിച്ചെടുത്തിട്ട് മുതലാളിമാരെ കയ്യിൽ നിന്ന് വാങ്ങി അത് കൊടുക്കാൻ നോക്കുമ്പോൾ പാവങ്ങളില്ല, ഉള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിടിച്ചെടുത്തതിന്റെ 2 ഭാഗം അവശേഷിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അതീവ സന്തുഷ്ടനായി. മൂന്നാമത്തെ വർഷം മുആദ് റളിയല്ലാഹു അൻഹു താൻ പിടിച്ചെടുത്ത മുഴുവൻ സമ്പത്തുമായിട്ട് വന്നു, സക്കാത്തിന്റെ വിഹിതം മുഴുവനായിട്ട് വന്നു. അന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരത്തെ പോലെ തന്നെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുആദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ പറഞ്ഞു, നേരത്തെ പിടിച്ചെടുത്ത ആ സക്കാത്തിന്റെ വിഹിതമൊക്കെ അന്ന് പാവങ്ങൾക്ക് കൊടുത്തതാണ്. ആദ്യം ബാക്കിയായി 1/3, പിന്നെ 2 ബാക്കിയായി, ഇപ്പൊ മുഴുവൻ ബാക്കിയായി. കാരണം സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരാളും നാട്ടിലില്ല. അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ വിഹിതം കൊടുക്കേണ്ടതുപോലെ കൊടുത്തപ്പോ ആ വരുമാനത്തിൽ നിന്ന് അവരൊക്കെ എന്തായി? മുതലാളിമാരായി. നമ്മളിപ്പോ ഒരു 100 രൂപ സക്കാത്ത് കൊടുത്താൽ, ലക്ഷക്കണക്കിന് സക്കാത്ത് കൊടുക്കാനുള്ള ആള് ഒരു 100ന്റെ നോട്ട് ഇങ്ങനെ നിരത്തി കൊടുത്താൽ സഹോദര അവർ എല്ലാ കാലവും വാങ്ങാനുള്ള ആളുകളെ ആവും. നേരെ മറിച്ച് സഹോദര സക്കാത്തിന്റെ വീതം കൃത്യമായി കൊടുത്താലോ, കോടികൾ ആസ്തിയുള്ള ആളുകൾ, കുറെ സ്ഥലമുണ്ട് എന്നുള്ളതോട് സക്കാത്ത് വരില്ല. അതേസമയം സഹോദര കോടികളുടെ ബാങ്ക് ബാലൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കണം. 1 കോടി ഉണ്ടെങ്കിൽ 20, പിന്നെ അവരെന്ത് ചെയ്യണം? 2.5 ലക്ഷം സക്കാത്ത് കൊടുക്കണം. 2.5 ലക്ഷം. അങ്ങനെ ഒരു നാട്ടിലുള്ള കോടീശ്വരന്മാരൊക്കെ കൃത്യമായിട്ട് ആ നാട്ടിലെ പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ 500, 1000 കൊടുക്കുന്നത് നിർത്തണം. 2.5 ലക്ഷം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സഹോദര 25,000-ന് ഒരാൾക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ പിറ്റത്തെ കൊല്ലാവുമ്പോഴേക്ക് അത് പരിപോഷിപ്പിച്ച് അവൻ സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ആ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അതൊക്കെ ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടി ചെറിയ തോതിലൊക്കെ കുറച്ച് ചില്ലറാക്കിയിട്ട് പുത്തൻ നോട്ടുകൾ കുറച്ചങ്ങനെ വിതരണം ചെയ്യും. 2.5 ലക്ഷം കൊടുക്കേണ്ടടുത്ത് 10,000 ചില്ലറാക്കി കൊടുക്കും. 2,500 കൊടുക്കേണ്ടടുത്ത് 100, 200 കൊടുക്കും. എന്നാലും കൊടുത്തു എന്ന് വന്നു. പക്ഷേ ഇടങ്ങാറാവും, ആ സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെടും. അപ്പൊ നമ്മൾ സക്കാത്തിന്റെ വിഹിതം നിർബന്ധമായിട്ടും കൊടുക്കണം. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അള്ളാഹു പറയുന്നത്, മനുഷ്യന്മാരിലുള്ള വൃത്തികെട്ട സ്വഭാവം, അവന് വല്ലാത്ത അത്യാഗ്രഹം, മുതല് എന്നുള്ള ചിന്ത മാത്രം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷമയില്ലാത്ത അവസ്ഥ, എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിന് നന്ദിയില്ലാത്ത അവസ്ഥ. ആരൊഴികെ? നിസ്കരിക്കുന്നവരൊഴികെ അവർക്ക് ആ വൃത്തികെട്ട സ്വഭാവം ഉണ്ടാവില്ല. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, ഒരു കൂട്ടരിലും ആ സ്വഭാവം ഉണ്ടാവില്ല. അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചിത വീതമുണ്ട്. ലിസ്സാഇൽ, ചോദിക്കുന്നവർക്ക്. ചോദിക്കാന്നൊരു കുറ്റമല്ല, ചോദിക്കാൻ പാടില്ല, അത് മാന്യതക്കെതിരാണ്. എന്നാൽ കുടുങ്ങിയ ആൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ കടമെന്താ? കൊടുക്കണം. ചോദിക്കാൻ അവസരം ഉണ്ടാക്കരുത് എന്നുള്ള. പാവപ്പെട്ട ആളുകളെ നമ്മൾ ചോദിക്കാൻ അവസരം ഉണ്ടാക്കരുത്. അവർക്ക് നമ്മൾ അല്ലെങ്കിൽ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അധിക ആളുകളും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ആ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ ചോദിച്ചു വരുന്നത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംബന്ധമായിട്ട് ഒട്ടേറെ ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. നമ്മുടെ സമ്പത്ത്, അള്ളാഹു നൽകുന്ന സമ്പത്ത്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചോദിച്ചു വരുന്നവർ എന്ന് പറയുമ്പോൾ അത് എല്ലാവരും സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളാവൂല.
അർഹതപ്പെട്ടവർക്ക് മാത്രം നമ്മൾ സക്കാത്തിന്റെ വീതം കൊടുത്താലും മതി. അത് പരിശുദ്ധ ഖുർആനിൽ ആരാണ് സക്കാത്തിന് അർഹതപ്പെട്ടവർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആയത്ത് നോക്കും. തൗബ സൂറത്തിലെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനക്കാർക്ക് വല്ലാതെ പഴച്ച ഭാഗമാണ്. സകാത്ത് ആർക്കാ കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു. അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സൗകര്യം പോലെ ആർക്കും കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സക്കാത്തിന്റെ വീതം വാങ്ങുന്ന ജമാഅത്തുകാരുണ്ട്. അമുസ്ലിങ്ങൾക്ക് വരെ സക്കാത്ത് കൊടുക്കാമെന്ന് പറയുന്നവരുണ്ട്. മതസൗഹാർദ്ദം അറിയിക്കാൻ അതിനെത്ര വഴികളുണ്ട് വേറെ. ആരെ പള്ളിയിലേക്ക് കയറ്റാൻ പറ്റുമോ സഹോദരൻ? നമുക്ക് അവരുടെ വെറുപ്പുണ്ടായിട്ടല്ല, പക്ഷെ ഓരോ ഇബാദത്തിന് അതിൻ്റെതായ കോലല്ലേ. ഉദ്ഹിയ്യത്തിന്റെ മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെറുപ്പുണ്ടായിട്ടല്ല, അതിന്റെ നിയമം അങ്ങനെയാണ്. അവർക്കുണ്ടാവും അവരുടെ നോമ്പ് കാര്യങ്ങൾ. നമ്മുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കുണ്ട്. നമ്മളവരുടെ ആക്ഷേപിക്കേണ്ടതില്ല, അവരുടെ മതങ്ങളുടെ നിയമങ്ങളാണ്. അള്ളാഹു പറയുന്നത് ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാ. അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും സക്കാത്ത് കൊടുക്കേണ്ട ഒന്നാമത്തെ വിഭാഗമാരാ ഫഖീറുമാരാണ്, ഫുഖറാക്കളാണ്. ഫഖീർ വൽ മസാകീൻ, മിസ്കീന്മാരുമാണ്. ഫഖീർ മിസ്കീന് വേറിട്ട് പറഞ്ഞാൽ മിസ്കീനേക്കാൾ സാധു ഫഖീറാണ്. മിസ്കീനേക്കാൾ പാവപ്പെട്ട ആള് ഫഖീറാണ്. അധികം ആളുകളും മിസ്കീന്മാരായിരിക്കും. ഒരു ദിവസം ചെലവിലേക്ക് ഒരു 80% അയാൾക്ക് ലഭിക്കുന്നുണ്ടാവും, ഒരു 20% കമ്മിയായിരിക്കും. ഓന മിസ്കീൻ. ഫഖീറാവുമ്പോ 50 താഴേക്ക് വരുമാനം ഉണ്ടാവുള്ളൂ, പകുതി കടത്തില്ല എന്ന പാവാണ്. എന്നാ വേറിട്ട് പറയാതെ രണ്ടും വേർതിരിച്ച് പറയാൻ ഒക്കെ അഗതികൾ. അള്ളാഹു പറയുന്നത് അപ്പോ ഒന്ന് ഫുഖറാക്കൾ ഫഖീറുമാർ, രണ്ടാമത്തത് മിസ്കീന്മാർ, മൂന്നാമത്തത് വൽആമിലീന അലൈഹാ, സക്കാത്ത് പിടിക്കുന്ന ജോലിക്കാർ. അതിപ്പോ ഇല്ല, കാരണം ഇസ്ലാമിക ഭരണമുള്ള അടുത്ത് സക്കാത്ത് എന്തേ ഉള്ളൂ, ആ പിടിക്കലുണ്ടാവും. കമ്മിറ്റി അതിൽ പെടൂല. സക്കാത്ത് കൊടുക്കാൻ 3 രൂപ ഉള്ളത്. ഒന്ന് നേരിട്ട് കൊടുക്കാം, ഒന്ന്. രണ്ടാമത്തത് ഇസ്ലാമിക ഭരണാധികാരിയെ ഏൽപ്പിക്കാം. മൂന്നാമത്തത് ഒരു നിശ്ചിത വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിക്കാം. ഈ 3 രീതിയാണ്. അതിൽ ഇസ്ലാമിക ഭരണാധികാരിയെ ഏൽപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് സൗകര്യമില്ല. ഒരു മതേതര രാജ്യമായതുകൊണ്ട് സൗകര്യമില്ല. പിണറായിയെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ രാജ്യത്ത് അതിന് സൗകര്യമല്ല. ഇനി നമുക്ക് 2 വഴിയുള്ളൂ, നേരിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏൽപ്പിക്കാം, ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിക്കാം. ആരെങ്കിലും അല്ല, കമ്മിറ്റിയല്ല, അത് നിശ്ചിത വ്യക്തിയല്ലല്ലോ. അപ്പൊ ആരെങ്കിലൊക്കെ ഒന്ന് സക്കാത്ത് കമ്മിറ്റിക്കാരാണ് അത് കൊണ്ടുവരാൻ വന്നാണെന്നാൽ അവർക്ക് കൊടുത്താൽ ഒരു ധർമ്മം ചെയ്ത കൂലി എന്നതല്ലാതെ നമ്മുടെ സക്കാത്ത് കൂടൂല, ഒരിക്കലും കൊടുക്കരുത്. ഒരു നിശ്ചിത വ്യക്തിയല്ല, അതിന് കുഴപ്പമില്ല. എന്റെ സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ അതിന് പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ എന്നെ ഏൽപ്പിച്ചു. അവനത് വാക്കാൽ സമ്മതിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഓനാണ് ഇതിന് മസ്ഊൽ, നമ്മളെ ബാധ്യത ഒഴിവായി. 1 കോടിയുടെ 2.5 ലക്ഷം റുപ്യ ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഇത് നമ്മളെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക്, പറ്റിയ ആളുകൾക്ക് സക്കാത്തിന്റെ വീതം അത് പറ്റാൻ അർഹതയുള്ള ആളുകൾക്ക് അത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അത് ഏറ്റാൽ കുഴപ്പമില്ല, അതല്ലാതെ കമ്മിറ്റി ഏൽപ്പിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് സക്കാത്തിന്റെ ജോലിക്കാരെന്ന് പറഞ്ഞാൽ വകുപ്പൊന്നുമില്ല, ഇസ്ലാമിക ഭരണം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് സഹോദര, ഫക്കീറുമാരുണ്ട്, മിസ്കീന്മാരുണ്ട്, സക്കാത്തിന്റെ ജോലിക്കാരില്ല. ഇവിടെ 8 വിഭാഗത്തെ പറയുന്നുണ്ട്, അതിൽ ചിലത് നമുക്കിന്ന് കിട്ടും. പിന്നെ പറയുന്നത് പൊതുവിശ്വാസികൾ, അത് നമുക്ക് ലഭിക്കും. അപ്പൊ ഫക്കീറിനെ കിട്ടും, മിസ്കീനെ കിട്ടും. ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ആളുകളെ നമ്മുടെ രാജ്യത്തുണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടാവും. അവർക്കും സക്കാത്തിന്റെ വിഹിതം കൊടുക്കുക. മോചനപത്രം എഴുതപ്പെട്ട അടിമ, അതില്ല, അതൊന്നും നമുക്ക് ലഭിക്കൂല. അടിമത്ത സമ്പ്രദായം ഇന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവര് യജമാനന്മാരോട് കരാർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത്ര സംഖ്യ തന്നാൽ മോചിപ്പിക്കണം. പക്ഷെ ആ സംഖ്യ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. സക്കാത്തിന്റെ വിഹിതം കിട്ടിയാൽ അവർക്ക് രക്ഷപ്പെടാൻ വഴിയാകും. അവർ സക്കാത്തിന് അർഹതപ്പെട്ടവരാണ്. പിന്നീട് പറയുന്നത് വൽഗാരിമീൻ, കടക്കാർ.
കടക്കണിയിൽ കുടുങ്ങിയ ആളുകൾ, അത് നമുക്ക് ലഭിക്കുന്ന ഒരു വിഭാഗം. വഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ സായുധ സമരം ചെയ്യുന്നവർ, അത് നമുക്ക് ലഭിക്കൂല, ആ വകുപ്പിനൊന്നും കിട്ടൂല. വബിനിസ് സബീൽ, യാത്രക്കാർ, അവരെ കിട്ടും. യാത്രക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്തിന്റെ വിഹിതമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ യാത്രക്കാരനൊക്കെ അത് പിടിച്ചോ, അത് പറയാന്നുള്ള അർത്ഥം. അതിനർത്ഥം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് യാത്രക്കാർ അല്ലെങ്കിൽ പിരിവുകാരെന്നൊക്കെ പറയുന്ന വരുന്ന പല തട്ടിപ്പുകളുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ 10ഉം 20ഉം വാങ്ങിക്കൊണ്ടുപോയിട്ട് നേരെ ബാറിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അത് തെറ്റിനെ സഹായിക്കലോ, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ യാത്രക്കാരെ ലഭിക്കും. ഇപ്പൊ നോക്കൂ, ഫക്കീർ, മിസ്കീന്, സക്കാത്തിന്റെ ജോലിക്കാര്, പുതുവിശ്വാസികള്, അടിമകള്, കടക്കാര്, അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവര്, യുദ്ധം ചെയ്യുന്നവര്, യാത്രക്കാർ, 8 വിഭാഗങ്ങൾ. അതില് സക്കാത്തിന്റെ ജോലിക്കാര്, അടിമകള്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടക്കുന്നുണ്ട്. ഇതൊക്കെ ധർമ്മസമരം, സായുധ സമരമില്ല. അപ്പൊ ഈ 3 വകുപ്പ് ഇന്ന് കിട്ടൂല. ബാക്കി 5 വിഭാഗത്തിലുള്ളവരെ നമ്മുടെ നാട്ടിൽ കിട്ടും, എല്ലാവർക്കും കൊടുക്കും. സക്കാത്തിന് അർഹതപ്പെട്ട ഇവരെ എല്ലാവരെയും എന്ത് ചെയ്യണം? തെരഞ്ഞെടുത്ത് കൊടുക്കണം. നമ്മുടെ അടുത്തുള്ള കാശ്, സക്കാത്തിന്റെ വിഹിതം, ഈ പറയപ്പെട്ടത് ആരൊക്കെ നമ്മുടെ നാട്ടിലുള്ളത്, അത് ശരിക്ക് കണക്കിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നോക്കൂ, ചിലർ ഈ വകുപ്പിന് ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുക്കണം, ചിലർ ചോദിക്കൂല. ചോദിക്കാത്തത് മാനം നഷ്ടപ്പെടും. അതാണ് ഖുർആൻ പറയുന്നത്, ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ചോദിച്ചു വരാതെ മുടക്കം ബാധിച്ചവർ. എന്താ കാരണം? ഒരു ചോദിക്കാത്ത മാനം നഷ്ടപ്പെടുന്ന. അത് അൽ ബഖറയിൽ പറയുന്നുണ്ട്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഫക്കീർമാരുണ്ട്, സാധുക്കൾ. അവർക്ക് ചിലപ്പോ ദുന്യാവിലൂടെ അങ്ങനെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥ വരും. കാരണം ദീനിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നടക്കുന്നവരാകും. അവരുടെ അവസ്ഥ അള്ളാഹു പറയുന്ന എന്താണ്? യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്. അവിടെ മാന്യത കാരണം അവരെ പറ്റി അറിയാത്തവർ വിചാരിക്കും മുതലാളിമാരാണ് അവര്. അവരെ കണ്ടാൽ മുതലാളിമാരാണ് തോന്നും. അവരെ കണ്ടാൽ അവർ മുതലാളിമാരാണ്, സമ്പന്നരാണെന്ന് തോന്നും. പക്ഷേ തഅരിഫുഹും ബിസീമാഹും, അവരെ ചില അടയാളങ്ങളെ കൊണ്ട് നിനക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു പറയുന്നു, അവരാദ്യം കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും, ഇല്ല ആള് നല്ല ടിപ്ടോപ്പിലാണ്, അപ്പൊ ഇയാളൊരു സക്കാത്തിന് അർഹതപ്പെട്ട ആളാന്ന് തോന്നൂല. സൂക്ഷ്മമായി ഇടപെട്ടാൽ അറിയാൻ സാധിക്കും പച്ചപ്പാവമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണക്കിലെടുക്കണം എന്ന് ഖുർആൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പത്തിലൊരു നിശ്ചിത വിഹിതം, അതിന്റെ ആ നിർബന്ധ വിഹിതം എന്തായിരുന്നാലും നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഇനി അതിന്റെ പുറമെ നമ്മൾ സുന്നത്തായ സദഖ കൊടുക്കണം. ഭയങ്കര ലാഭല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ സംബന്ധമായിട്ട് ഒരുപാട് ആയത്തുകൾ പറയുന്നു. നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ധാന്യം കുടിച്ചിട്ട് അതിന് 7 കതിരുകൾ ഉണ്ടായി, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങൾ, അങ്ങനെ 700 ധാന്യങ്ങൾ ഉണ്ടായതുപോലെയാണ്. ഒരു 100 രൂപ ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 700 കൊടുത്തതുപോലെയാണ്. ഖുർആൻ പറയുന്നത്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. തങ്ങളുടെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, അതിന്റെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം പോലെയാണ്. അംബതത് സബ്അ സനാബിൽ, അത് 7 കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങളുണ്ട് എന്നതുപോലെയാണ്. അപ്പോ ഒരു ഒറ്റ ധാന്യം കുഴിച്ചിട്ടതാണ്, അത് മുളച്ചു വന്നപ്പോ 7 കതിർ, ഓരോ കതിരിലും 100 ധാന്യങ്ങൾ. അപ്പൊ ഇവിടെ ഒന്നിന് 700ആണ്, ഒറ്റ ധാന്യത്തിന് 700.
ഇനി ചിലപ്പോൾ 700 ഇരട്ടിയേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പടച്ചോന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതാണ് ശേഷം പറയുന്നത് വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചവർക്ക് ഇരട്ടിപ്പിച്ച് നൽകും. റമദാൻ അതിന്റെ ഒരു കാലം കൂടിയാണ്. സക്കാത്ത് കൊടുക്കാൻ റമദാനിന് നീട്ടിയേക്കാൻ പാടില്ല. ഇപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവടം തുടങ്ങി കൃത്യം ഒരു കൊല്ലം കഴിയുമ്പോഴാണ് കൊടുക്കേണ്ടത്. റമദാനിലാണ് കച്ചവടം തുടങ്ങിയെന്നുണ്ടെങ്കിൽ അടുത്ത റമദാനിലാണ് കൊടുക്കേണ്ടത്. പക്ഷെ എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ കാത്തുക്കും, റമദാനിലേക്ക് കാത്തുക്കും. ഫിത്ർ സക്കാത്ത് റമദാനിലും അല്ലെ, റമദാനാണ് വിട പറയലും പിന്നെ പെരുന്നാൾ വരലും ആ സമയത്താണ് അത് നിർബന്ധം. എന്നാൽ മറ്റുള്ള സക്കാത്ത് അത് സമയമാകുമ്പോൾ കൊടുക്കണം. അപ്പൊ നമ്മളിപ്പോ റമദാനിലാണ് ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ച് ഭാഗത്ത് വെച്ചത്, അപ്പൊ പിറ്റത്തെ റമദാൻ വരുമ്പോൾ തന്നെ കൊടുക്കണം. എന്തായിരുന്നാലും റമദാനിൽ പ്രത്യേകം നമ്മൾ ദാനധർമ്മങ്ങൾ സ്വതക്കകൾ അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ പ്രതിഫലം നൽകുന്നു എന്നാണ്. രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാം നൽകും. ഒരു സ്വഹാബി 4 ദീനാർ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 1 രാത്രി ചെലവഴിച്ചു നല്ല വഴിയിൽ, 1 ദീനാർ പകലും ചെലവഴിച്ചു. 1 രഹസ്യമായിട്ട് ചെലവഴിച്ചു, പരസ്യമായിട്ട്. ആ പരസ്യമായിട്ടാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഇഖ്ലാസോട് കൂടെ ചെയ്യാം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഏതും സ്വീകരിക്കും, അല്ലെങ്കിൽ രഹസ്യമാണെങ്കിലും സ്വീകരിക്കില്ല. ഒരാൾ പരമ രഹസ്യമായിട്ട് ധർമ്മം ചെയ്യാണ്, അവന്റെ മനസ്സിലെന്താണ്? ഇതൊന്ന് പരസ്യമായാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ വളരെ രഹസ്യമായിട്ട് കൊടുക്കുന്ന ആളാണെന്ന് ആളുകൾ പറഞ്ഞാൽ മതിയായിരുന്നു. പള്ളിപ്പണി നടക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്? സെക്രട്ടറിയെ വിളിച്ചിട്ട് പറയാണ്, ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറയാണ്, 10 ലക്ഷം രൂപ കയ്യിലാണ്. സെക്രട്ടറി ആകെ കണ്ട് കണ്ണ് തള്ളിപ്പോയി. ഇത്ര പെട്ടെന്ന് 10 ലക്ഷം കിട്ടും, പഠിച്ച ലോട്ടറി അടിച്ചു അയാൾക്കത് കരുതി. പക്ഷെ ഇയാൾ പറയുന്ന എന്താണ്? ഒരു കുട്ടി അറിയരുത്, എന്റെ പേര് എഴുതരുത്, അനുഭാവി എന്ന് എഴുതിയാൽ മതി. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു നല്ല മനുഷ്യൻ. 10 ലക്ഷം കൊടുത്തിട്ട് എന്റെ പേര് എഴുതരുത്, അനുഭാവി എന്ന് എഴുതിയാൽ മതി, ഒരിക്കലും ആരും അറിയരുത്. ചില മനസ്സിൽ ഇങ്ങനെ ഉണ്ടെങ്കിലോ, ചങ്ങായി ഇതെല്ലാവരോടും പറഞ്ഞാൽ മതിയായിരുന്നു, അപ്പോഴല്ലേ നമുക്ക് നാട്ടിലെ ഹാൻഡ് ഉണ്ടാകാം. 10 ലക്ഷം തന്നിട്ട് പേരും കൂടി എഴുതാൻ സമ്മതിക്കാത്ത ആളാണ്. അങ്ങനെ മനസ്സിൽ വന്നാ പോയില്ലേ? എന്നാ ഒരാൾ പരസ്യമായിട്ട് പിന്നെ പള്ളിന്ന് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പള്ളിപ്പണിയുണ്ട്, അപ്പൊ എല്ലാവരും സഹായിക്കണം എന്ന് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് 1 ലക്ഷം രൂപ എന്റെ വക. അപ്പൊ ഒരാളത് കേട്ടപ്പോ പറയാണ്, മോന്റെ കൂലി പോയി. മോന്റെ കൂലി എങ്ങനെ പോകണം? അവന്റെ മനസ്സിലേക്കല്ലേ. സഹോദര, രഹസ്യമായും പരസ്യമായും രാത്രിയും പകലും 4 ദീനാർ ചെലവഴിച്ചപ്പോൾ അല്ലാഹു ആയത്തിറക്കി, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു ആ സ്വഹാബിയുടെ നിലപാട് ശരിവച്ചു. അല്ലാഹു പറയുന്നെന്താ? അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാത്രിയിലും അതുപോലെ പകലിലും തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. അദ്ദേഹം 1 രാത്രി 1 പകല്, 1 രഹസ്യമായി 1 പരസ്യമായി, അങ്ങനെയുള്ള കൊടുത്ത് 4 ഘട്ടത്തിലാണ് കൊടുത്തത്. അല്ലാഹു പറയുന്നത് രാത്രിയിലും അതുപോലെ പകലിലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കൽ അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്കൊന്നും പേടിക്കേണ്ടതില്ല. നല്ല റാഹത്താ. അള്ളാഹു നൽകിയ സമ്പത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ അള്ളാഹു വലിയ പ്രതിഫലം തരും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. 1 നിസ്കാരത്തെ പറ്റി അള്ളാഹു പറഞ്ഞു, 2 അള്ളാഹു തആല സകാത്ത് സദഖയെ പറ്റി പറഞ്ഞു. പിന്നെ അള്ളാഹു പറയുന്നത് വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, അവർ പ്രതിഫലദാന ദിനത്തെ സംബന്ധിച്ച് അതിനെപ്പറ്റി വിശ്വാസമുള്ളവരായിരിക്കും. അവർ അതിനെ സത്യപ്പെടുത്തും. അവര് അതായത് അതിനെപ്പറ്റി സത്യപ്പെടുത്തി വിശ്വസിച്ചിങ്ങനെ ഇരുന്നാ പോരാ. ആ വിശ്വാസം ദൃഢമാകുമ്പോൾ അവനിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ മുടങ്ങാതെ വരും. ആ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായത്, നന്മ തിന്മ തൂക്കുമ്പോൾ നന്മകൾ കൂടാൻ ആവശ്യമായത്, അവന്റെ ജീവിതത്തിലെ തെറ്റുകൾ പൊറുക്കാൻ ആവശ്യമായത്, അത് നിരന്തരം അവനിൽ നിന്ന് വരുന്ന അത്തരം ആളുകളിൽ നിന്ന് ഒരിക്കലും നേരത്തെ പറഞ്ഞ ആ മോശപ്പെട്ട സ്വഭാവം, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, ആ ഹലൂൽ എന്ന് പറയുന്ന സ്വഭാവം, ആ സ്വത്തിന്റെ വിഷയത്തിൽ മറ്റൊരു അത്യാഗ്രഹം, അത് ഒരിക്കലും ഉണ്ടാവില്ല. എന്താ കാരണം? ഇതൊക്കെ കണക്ക് പറയേണ്ട ഒരു ടൈമുണ്ട്. 50 പോയിന്റുകളുണ്ട്. ഞാൻ നാളെ പറഞ്ഞില്ലേ, മുതലാളിമാരാണ് കൂടുതൽ കുടുങ്ങുന്നത്.
ഉള്ള ചെക്ക് പോസ്റ്റ് മുഴുവൻ എന്താ ഇവിടെ തന്നെ അങ്ങനെയില്ലേ? സമ്പത്ത് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള വിഷമങ്ങളുണ്ടല്ലോ അല്ലെ? ടാക്സും പ്രശ്നങ്ങളും എന്തൊക്കെയാ വിഷയങ്ങളുണ്ട്. പിന്നെ കണക്ക് ബോധിപ്പിക്കണ്ടേ? എന്നാൽ നാളെ പടച്ചോന്റെ അടുത്ത് കണക്ക് ബോധിപ്പിക്കുക. ഇവിടെ കണക്ക് വെട്ടിക്കാം. പല മാർഗങ്ങളുണ്ട്. കൈക്കൂലി കൊണ്ട് പലതും നടക്കും. ഒരു കൈക്കൂലിയും നടക്കാത്തൊരു സന്ദർഭം വരാണ്ട് അതിനെപ്പറ്റി നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാര്യം വളരെ ശ്രദ്ധിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നത് വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെ അഗാധമായി പേടിക്കുന്നവരാണ്. എന്തേ കാരണം? ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ, തന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അതിനെപ്പറ്റി നിർഭയരായിരിക്കേണ്ട ഒരവസ്ഥയില്ല. യഥാർത്ഥത്തിൽ അള്ളാന്റെ ശിക്ഷ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പേടില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. എപ്പോഴും അവന്റെ ശിക്ഷ ഇറങ്ങാം. ചിലപ്പോൾ പ്രകൃതി ദുരന്താവും. ഇനി അതിനൊക്കെ രക്ഷപ്പെട്ടാലും കബർ ശിക്ഷല്ലേ, പരലോകത്തെ ശിക്ഷല്ലേ? സഹോദര, അള്ളാന്റെ ശിക്ഷയെ വല്ലാതെ പേടിക്കണം. ദുനിയാവിലെ ശിക്ഷയെ നമ്മൾ പേടിക്കുന്നുണ്ടല്ലോ അല്ലെ? ആളുകളെടുത്തുനിന്ന് അടി കിട്ടുന്നുള്ള പേടി നമുക്ക് ഉണ്ടാവുമല്ലോ ചില വിഷയങ്ങളിലൊക്കെ. കള്ളനാണെങ്കിൽ ആ കള്ളൻ പിന്നെ കക്കുന്ന സമയത്ത് ഓനെ പിടികൂടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഓടാൻ ശ്രമിക്കും, രക്ഷപ്പെടാൻ ശ്രമിക്കും. ആളുകളെ കയ്യിൽ കിട്ടിയാൽ പരിപ്പെടുക്കും. അതുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ ഇവിടെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം? നാളെ പരലോകത്ത് ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ കള്ളന് ചിലപ്പോ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി യഥാർത്ഥ കള്ളൻ തന്നെ തരാൻ തുടങ്ങും. എല്ലാവരും അവനെ വിടാൻ പാടില്ല, ആള് കുപ്പിയിലാവും. എന്നാൽ പരലോകത്ത് ആ ജാതി തരികിടൊന്നും നടക്കൂല. അള്ളാഹ് അത്യാഗ്രഹം ഇല്ലാതിരിക്കുക, അവർക്ക് നല്ല ക്ഷമ ഉണ്ടാവും. അതോടുകൂടെ തന്നെ അവര് പിന്നെ അള്ളാഹുവിനിക്ക് എപ്പോഴും ശുക്ർ ചെയ്യും, നന്ദി ചെയ്യും. ഇബാദത്തൊക്കെ ശുക്രാണ്, ഇബാദത്ത് മുഴുവനും ശുക്രാണ്. അപ്പൊ അള്ളാഹുവിനെ വല്ലാതെ പേടിക്കണം. പിന്നീട് അള്ളാഹു പറയുന്നു വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും. വ്യഭിചാരം അനുബന്ധ പ്രവർത്തനങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് വരില്ല. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ ഭാര്യമാരിലും അവരുടെ വലങ്കൈ ഉടമയിലാക്കിയത് എന്ന് പറഞ്ഞാൽ അടിമകളുമാണ്. ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ ആക്ഷേപാർഹരല്ല. ആ വിഷയത്തിൽ അവരെന്തല്ല? ആക്ഷേപാർഹരല്ല. സ്വന്തം ഭാര്യമാരെ അവർക്കെന്ത് ചെയ്യാൻ ബന്ധപ്പെടാം, അത് ഇസ്ലാം അനുവദിച്ചതാണ്. അതല്ലാതെ അവിഹിതമായിട്ട് ഒന്നുണ്ടാവരുത്. ലൈംഗിക അവയവത്തെ സൂക്ഷിക്കും അവര്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ലൈംഗിക അവയവത്തെ സൂക്ഷിക്കും. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വ്യഭിചാരം ഇസ്ലാമിൽ ഭയങ്കര തെറ്റാണ്. അതിനുള്ള ശിക്ഷയും കഠിന കഠോരമാണ്. ഖബറിൽ അതിന് ലഭിക്കുന്ന ശിക്ഷ, അതുപോലെ നാളെ നരകത്തിൽ അതിന് ലഭിക്കുന്ന ശിക്ഷ, അതൊക്കെ ഒരാവർത്തി നമ്മൾ വായിച്ചാൽ സഹോദര മനസ്സിലാക്കിയാൽ ആ തെറ്റിലേക്ക് ആരും പോവില്ല. അള്ളാന്റെ തിരുദൂതർക്ക് സ്വപ്നം മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്തു വ്യഭിചാരം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിലുള്ള ശിക്ഷ. ഒരു ഗുഹ, അതില് അവര് വ്യഭിചാരം ചെയ്ത ആളുകൾ ഒരു നൂല് പോലും ശരീരത്തിലില്ലാതെ അഗ്നി അതിൽ നിന്ന് ഉയർന്നു വരും. ആ അഗ്നി നാളങ്ങളോടുകൂടെ ഇവരും മേലേക്ക് വരും, വീണ്ടും അടിയിലേക്ക് പോകും. വ്യഭിചാരം ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ അല്ലാഹു തആല തിരുദൂതർക്ക് കാണിച്ചു കൊടുത്തതാണ്. ഈ നരകത്തിലോ വ്യഭിചാരം ചെയ്യപ്പെട്ട സ്ത്രീയുടെ യോനിയിൽ നിന്ന് ഒലിക്കുന്ന ഒരു തരം ചലം, രൂക്ഷമായ ദുർഗന്ധമുള്ളത് വ്യഭിചാരം ചെയ്ത പുരുഷനെ കുടിപ്പിക്കുമെന്ന് സഹോദര ദീന് പഠിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിക്കണ്ടല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയാതെ ഖുർആൻ എന്ത് പറഞ്ഞു? വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. അടുക്കാൻ പാടില്ല, ആ തെറ്റിലേക്ക് അടുക്കാൻ പാടില്ല. അത് അത്രക്കും പാപമാണ്, വൃത്തികെട്ടതാണ്. ഇതൊന്ന് ലോകം സ്വീകരിക്കുകയാണെങ്കിൽ എയ്ഡ്സിന് മരുന്നും തെരഞ്ഞു നടക്കണം. നമ്മളല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എയ്ഡ്സ് എന്ന മാരകമായ രോഗം ലോകത്ത് പടർന്നു പിടിക്കും. ഒരു കാലത്ത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ മാത്രം ഉണ്ടായിരുന്ന രോഗമാണ്. അത് സാവകാശം മുംബൈ നഗരത്തിലൊക്കെ കേട്ടിരുന്നു. നേരത്തെ ബോംബെയുടെ തെരുവുകളിലെ വേശ്യ, എയ്ഡ്സ് ബാധിച്ച വേശ്യ. പിന്നീട് സഹോദര അത് ഇപ്പൊ എല്ലായിടത്തും എത്തി. ഇത് പലരും കേൾക്കുന്നുണ്ട് പുറത്ത് എന്നതുകൊണ്ട് ഞാൻ മലപ്പുറത്തെ എയ്ഡ്സ് രോഗിയുടെ കണക്കൊന്നും ഇപ്പൊ പറയണില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിയേറ്റീവ് കെയറിന്റെ വളണ്ടിയർമാരോട് ചോദിച്ചാൽ കൃത്യ കണക്ക് കിട്ടും. മലപ്പുറത്ത് പരിസരത്ത് എത്ര എയ്ഡ്സ് രോഗികളുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇപ്പോൾ ഉള്ളത് 44 പേരാണ് മലപ്പുറത്ത്. ഇപ്പൊ കൂടിയിട്ടുണ്ടോ? മഞ്ചേരിയിൽ വരെ സർക്കാർ ആശുപത്രികളിലൊക്കെ അവരുടെ പേരുകൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചു. തലവേദനയും പനിയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കണം. ട്യൂമറോ അല്ലെങ്കിൽ സഹോദര ക്യാൻസറോ ഒക്കെ ആണെങ്കിൽ ക്ഷമിച്ചാൽ ഭയങ്കര കൂലിയായി. വയറ്റിന്റെ ഉള്ളിലാണ് രോഗം എന്നുള്ളതുണ്ടെങ്കിൽ അത് കാരണത്താൽ മരിക്കുകയാണെങ്കിൽ ഷഹീദാണ്. എയ്ഡ്സ് വരുന്നത് എങ്ങനെ? അപൂർവമായിട്ട് അവരുടെ രക്തം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവും. 2000-ലധികം ആളുകൾക്ക് അങ്ങനെ വന്നു എന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമായി വാർത്തകളാണ്. എയ്ഡ്സ് രോഗിയുടെ ചോര അറിയാതെ സ്വീകരിച്ച് എയ്ഡ്സ് ബാധിച്ചു. എന്നാൽ 10,000-കണക്കിന് എയ്ഡ്സ് രോഗികൾ ഇത് വ്യഭിചാരത്തിലൂടെ മാത്രം വരുന്നതാണ്. വ്യഭിചാരത്തിലൂടെ മാത്രം വരുന്നതാണ്. ഈ രോഗം ബാധിച്ചവർക്ക് അവിടെ ഒരു മാനസികാവസ്ഥ എന്താ പറയുക, പരമാവധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഒരു മദാമ്മ മുമ്പ് കോവളം സന്ദർശിച്ചു. അപ്പോ അമേരിക്കയിൽ വന്ന ഈ സ്ത്രീ വന്നപ്പോ കുറെ മലയാളികളായ ചെറുപ്പക്കാര് അവരുമായി ബന്ധം പുലർത്തി. പോകുമ്പോ എല്ലാവരും അഡ്രസ്സും വാങ്ങിപ്പോയി. അത്രയും പിന്നെ എല്ലാവർക്കും ഓരോ കത്തും വന്നു. വെൽക്കം ടു ദി വേൾഡ് എയ്ഡ്സ് ക്ലബ്, ലോക എയ്ഡ്സ് ക്ലബിലേക്ക് സ്വാഗതം. അപ്പോഴാണ് അറിഞ്ഞത് ബന്ധപ്പെട്ടവരൊക്കെ. നല്ല താല്പര്യത്തിൽ അഡ്രസ്സൊക്കെ കൊടുത്തതാണ്. അപ്പൊ എയ്ഡ്സ് രോഗിയായി ഈ മദാമ്മ പരമാവധി ആളുകൾക്ക് അത് കൈമാറ്റം ചെയ്യാനാണ് കോവളത്ത് വന്നത്. അതൊരു വാർത്തയായിരുന്നു നേരത്തെ. സഹോദര, മാരകമായ രോഗ, അതായത് രോഗം പ്രതിരോധിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് രോഗങ്ങളുടെ സംഗമാണ് ഒരു എയ്ഡ്സ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. എല്ലാം നഷ്ടപ്പെടും, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. ഈ നോക്കൂ, അത് വ്യഭിചാരത്തിലൂടെ മാത്രം വരുന്നു എന്നറിഞ്ഞിട്ടും ആ പ്രവൃത്തി നിരോധിക്കുന്നില്ലല്ലോ. വേണ്ടാത്തിന് എന്തൊക്കെ അവിടെ നിയമങ്ങളുണ്ട്. എല്ലാം അങ്ങനെ തന്നെയല്ലേ. മാന്യമായിട്ടൊരു കുട്ടിയെ കെട്ടിക്കാൻ ഗവൺമെന്റ് സമ്മതിക്കൂല 18 വയസ്സിന്റെ മുമ്പ്. അവിഹിതമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമല്ല. വയസ്സ് തയ്യാൻ 1 മാസം ബാക്കിയാണെങ്കിലും പച്ചിമ്പുളി ഉണ്ടാക്കി അത് മുടക്കാൻ വരും. സംസ്കാരം പഠിപ്പിക്കാനല്ല ആളുകൾ. വേണ്ടാത്തിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. സഹോദര, നമ്മൾ ശ്രദ്ധിക്കണം. ചുമരുമലൊക്കെ നേരെ ചില പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡാഷ് മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അത് മറക്കരുത് എന്നുള്ളൂ. വ്യഭിചാരം ചെയ്തോളി എന്നുള്ള രൂപത്തിൽ. വ്യഭിചാരം ചെയ്യാ ഇങ്ങോട്ട് എയ്ഡ്സ് വരാതിരിക്കാൻ എന്താ വഴി? അതാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് പടർന്നു പിടിക്കുന്നൊരവസ്ഥയാണ്. അള്ളാഹു പറയുന്നത്, നല്ല ആളുകളുടെ അടയാളം പറയുന്നത്, അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നത്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം, സ്വന്തം ഇണകളിലൊഴികെ. അവിടെ കുഴപ്പമില്ല. ഉമാ മലക്കത്ത് ഐമാനുഹും, അടിമകളിലും. ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ അതിൽ ആക്ഷേപാർഹരല്ല. അതേസമയം فمن ابتغى وراء ذلك فأولئك هم العادون. فمن ابتغى وراء ذلك فأولئك هم العادون. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിൽ ഉത്തമനാണവൻ. അത് പാടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താക്കന്മാർ, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, ഇത് ഇസ്ലാം അനുവദിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കാൻ പാടില്ല. ഒരു വിവാഹം വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രവാചകന്മാർ പോലും വിവാഹം ചെയ്താണ്. അത് വലിയ നല്ല കാര്യമാണ്. കാരണം ഒരാൾ വിവാഹം കഴിച്ചവന് സന്താനങ്ങൾ ഉണ്ടായാൽ അത് പുണ്യനബിയുടെ ഉമ്മത്തിലുള്ള അനുയായികളുടെ വർധനവാണ്. ഒരു കുട്ടി ഉണ്ടായാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ, ഏറ്റവും നല്ല ഉമ്മത്തിൽ ഒരു മെമ്പർ കൂലിയാണ്. ആ വർധനവാ വേണ്ടതെന്നുള്ളതാണ്. ദുംബാസൂത്രം നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവരാരുമല്ല അന്നം തരുന്നത്. ഖജനാവ് നടക്കുന്നത് അള്ളാഹുവാണ്. അതിനുള്ള സാഹചര്യങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ്. പട്ടിണി പേടിച്ച് കുട്ടികളെ കൊല്ലാൻ പാടില്ല. ആദ്യകാലത്ത് പ്രസവിച്ച ശേഷം കൊല്ലായിരുന്നു. ഇന്ന് ഉള്ളിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള സൗകര്യമുണ്ട്. കുറഞ്ഞ വ്യത്യാസമുള്ള ജാഹിലിയ്യത്ത് ഉഗ്ര രൂപം കൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണും. അത്രേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു തആല പറയുന്നു,
വീണ്ടും അല്ലാഹു പറയുന്നത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അവർ വിശ്വസിച്ചേൽപ്പിച്ചതിലും കരാറ് ചെയ്തതിലും സത്യസന്ധത പാലിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ടാവില്ല? അവർക്ക് അത്യാഗ്രഹം ഉണ്ടാവില്ല. നോക്കൂ എത്ര കൃത്യമാണത്. അല്ലാഹു തആല പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയണം. ഒരു കരാറ് ചെയ്താൽ പാലിക്കണം, വിശ്വസിച്ചേൽപ്പിച്ചാൽ സത്യസന്ധത പാലിക്കണം, വഞ്ചിക്കാൻ പാടില്ല. ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ അല്ലേ, നമുക്കറിയാം. അത് മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ചിലര് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ എന്തോ ഒരു നല്ല മനുഷ്യന്മാർ ഓരോ ധർമ്മം അവർ കൃത്യമായി നിർവഹിക്കും. ഞാൻ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഏറ്റവും വലിയൊരു ഡോക്ടറെ ഒന്ന് സന്ദർശിച്ചു. അസുഖം എന്ന് പറയാൻ വേണ്ടിയിട്ട് 10 മിനിറ്റിലധികം അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമയം. എന്തൊരു നല്ല സ്വഭാവം. വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വലിയ തിരക്കുള്ള ഒരു മനുഷ്യൻ, പക്ഷെ എത്ര നീറ്റായിട്ട് വളരെ എന്തൊരു സ്വഭാവം. അപ്പൊ തമാശക്ക് എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, കോഴിക്കോട്ടുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വരും, മലപ്പുറത്തേക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഏത് സമയത്തും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തലക്കുള്ള ഓപ്പറേഷനൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട നമ്മളാണ്. അപ്പൊ ഏത് സമയത്തും പോകേണ്ടി വരും. അപ്പൊ എപ്പോഴും തിരക്കും. അദ്ദേഹത്തിന്റെ ധർമ്മം കൃത്യമായിട്ട് നിർവഹിക്കണം. ഏത് മതത്തിലും ജാതിയിലും നല്ല നല്ല ആളുകളുണ്ടാവും. സത്യവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ സ്വഭാവം വളരെ മോശമാണ്. അത് നമുക്ക് അനുഭവമാണ്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണമെന്ന്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ സത്യസന്ധത പാലിക്കണം. എന്നെ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ ഞാനത് കൃത്യമായിട്ട് നിർവഹിക്കണം. എല്ലാവർക്കും എല്ലാത്തിനെ പറ്റിയും അല്ലാഹു തആല ചോദിക്കും. സഹോദര, ഒരു ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടി പാലിക്കണം. ഒരു കരാറ് ചെയ്താൽ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അതിന്റെ ഗൗരവം നമുക്കറിയാം. എങ്ങനെ അറിയാം? സുൽഹുൽ ഹുദൈബിയയിൽ ഒരു നിയമം എന്തായിരുന്നു? ഇസ്ലാം സ്വീകരിച്ച് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ മടക്കി അയക്കണം. ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് ആരെങ്കിലും മക്കയിലേക്ക് ചെന്നാൽ അവരെ മടക്കി അയക്കില്ല. വേണം ഒരു വാഹനം മാത്രം. അള്ളാന്റെ തിരുദൂതർ ആ വ്യവസ്ഥ അംഗീകരിച്ചു. പ്രത്യക്ഷത്തിൽ നമുക്കത് പ്രയാസമുള്ള, നമ്മളെ കൂട്ടത്തു നിന്ന് ഒരാളെ രാജിവെച്ച് അങ്ങോട്ട് പോയാൽ ഓലങ്ങോട്ട് തരൂല. അവരെ കൂട്ടത്തു നിന്ന് രാജിവെച്ച് ഇസ്ലാമിലേക്ക് വന്ന പോലെ തിരിച്ചു കൊടുക്കണം. ആ കരാറ് എഴുതി ഒപ്പിട്ട് പരസ്പരം കൈമാറി റെഡിയാക്കിയതിന്റെ ശേഷം മദീനയിൽ അള്ളാന്റെ തിരുദൂതർ വന്നപ്പോൾ ഉടനെ മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് അവിടെ വന്നില്ലേ? റസൂൽ എന്തായത്? 2 ആളുകൾ പിന്നാലെ വന്നു, ഇയാളെ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കരാറനുസരിച്ച് തിരിച്ചു കൊടുക്കും. സ്വഹാബിമാർ പറഞ്ഞു, നബി, അള്ളാഹ് കരാറ് അങ്ങനെ തന്നെയാണ്, തിരിച്ചു കൊടുക്കണം എന്നാണ്. എന്നാലും അള്ളാന്റെ വിശുദ്ധ ദീനിലേക്ക് വന്ന ഒരാളെ ശത്രുക്കൾക്ക് തന്നെ മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ലേ? നബി എന്താ പറഞ്ഞത്? അത് കരാറാണ്. കരാർ നമ്മൾ പാലിക്കണം. ആ സത്യവിശ്വാസിയുടെ കാര്യം അള്ളാഹു കാക്കും, പേടിക്കണ്ട. പക്ഷെ നമ്മൾ കരാറ് പാലിക്കണം. കരാറ് ചെയ്താൽ ഇങ്ങോട്ട് ലംഘിക്കാതെ നമ്മൾ ലംഘനം നടത്താൻ പാടില്ല. പിന്നെ അവർ ലംഘനം നടത്തി, അപ്പൊ നമുക്ക് ലംഘിക്കാം. അങ്ങനെ അന്നുണ്ടായത് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, മാറാൻ പാടില്ല. ചിലരൊക്കെ വലിയ വാക്ക് പറയാം. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കഴിയുന്നതേ പറയാവൂ. പിന്നെ ഒരു സ്ഥലത്ത് ഒരു പിരിവ് നടന്നപ്പോ ഒരാള് ആദ്യം ഒരു വലിയ സംഖ്യ പറഞ്ഞു. പിന്നെ ചങ്ങായിന്റെ അടുത്ത് കിട്ടണ്ടേ, എങ്ങനെയും കൊടുക്കും. അവസാനം ഇയാള് സെക്രട്ടറിയോട് പറഞ്ഞു, നിജി എന്നോട് ഇങ്ങനെ ചോദിക്കണം, ഞാൻ തരാൻ വേണ്ടി പറഞ്ഞാലെന്ന്. നമ്മൾ വലിയ സംഖ്യ പറഞ്ഞാലേ ബാക്കിയുള്ളൂ എഴുതുള്ളൂ. അങ്ങനെ പറഞ്ഞതാണ്. എന്താവോ എനക്ക് ചെയ്യാൻ പാടില്ല. ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണം. നമ്മളിപ്പോ കാര്യത്തില് കാര്യം ഏറ്റെടുത്ത മറ്റുള്ളവരെന്ത് ചെയ്യും? അതിനെ കണക്കിലെടുക്കും. പിന്നെ നമ്മൾ ലംഘിക്കാൻ പാടോ? അത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ, ഒരു കുട്ടിന്റെ കല്യാണമാണ്, അപ്പൊ അതിന് കുറച്ച് പണ്ടുണ്ടാക്കണം. അപ്പോ ഒരാൾ പറയാണ്, അതിന് പേടിക്കണ്ട, 5 പവന് ഞാൻ എത്തിച്ചേരും. ചിന്തിക്കേ വേണ്ട. ഇയാൾ പിന്നെ ചിന്തിച്ചതുമില്ല. കല്യാണത്തിന്റെ തലേ ദിവസം ഇവനെ എങ്ങനെ മൊബൈലിൽ വിളിച്ചാലും കിട്ടൂല, ഔട്ട് ഓഫ് റേഞ്ചാണ്. എവിടെ അന്വേഷണം കിട്ടൂല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടോ അങ്ങനെ വരുന്നുണ്ട്. ഞാൻ കരുതിയ മൈല ബിസിനസ്സൊക്കെ ആകെ എന്നാ ആദ്യം പറയണം.
അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വർത്തമാനം പറയണ്ടേ. ഈ സാധനം കൊടുക്കണം, ഒരു കരാറ് ചെയ്താൽ പാലിക്കണം. ആശ കൊടുത്താലും ആന കൊടുത്താലും ആശ കൊടുക്കരുത്. കുട്ടിയാക്കൊണ്ട് പരിപാടി, എന്റെ വാപ്പ നിന്ന് ഗൾഫിൽ നിന്ന് വരും, എനിക്ക് ഒരു തുണി കുപ്പായം തരേണ്ടതാണ്, ഒരു പെണ്ണ് കൂടി കൊടുക്കണ്ടാവില്ല. നേരെ മറിച്ച് എനിക്കൊരു പെണ്ണ് തരണ്ടെന്ന് പറഞ്ഞ് ഒരു തുണി കുപ്പായം കൊടുത്താൽ കുട്ടിക്ക് ഭയങ്കര സന്തോഷകരം വാങ്ങിയാണ്. ഒരു വസ്ത്രം തരും എന്ന് പറഞ്ഞ് വസ്ത്രം കൊടുക്കാനില്ലാതെ പിന്നെ ഒരു നല്ല പേന കൊടുത്താലും അതിനെ അളവൊക്കെ റെഡിയാക്കി വെച്ചതാണ്, പോയില്ലേ. ആന കൊടുത്താലും ആശ കൊടുക്കൽ, കരാറ് പാലിക്കണം. എന്തായിരുന്നാലും നോക്കൂ, പിന്നീട് അല്ലാഹു പറയുന്നു, വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ, അവർ അവരുടെ സാക്ഷിത്വം അത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. സാക്ഷി നിൽക്കേണ്ട വിഷയങ്ങളിൽ സാക്ഷിക്കണം. അവിടെ ഒരു ആക്ഷേപത്തെ പേടിക്കേണ്ടതില്ലാണ്. ഒരു വിഷയത്തിന് സാക്ഷി നിൽക്കേണ്ടി വന്നാൽ ഹക്കിന് സാക്ഷിക്കണം. അവിടെ സത്യം ശത്രുവിന്റെ പക്ഷത്താണെങ്കിൽ പോലും സത്യത്തിനാണ് എന്ത് ചെയ്യേണ്ടത്, സാക്ഷി നിൽക്കേണ്ടത്. ഇന്നൊക്കെ എന്താ വിശ്വാസികളുടെ അവസ്ഥ? ഒരു കുടുംബ പ്രശ്നമുണ്ടായിട്ട് അത് കേസാക്കിയാൽ പിന്നെ വക്കീൽ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിങ്ങനെ തത്തമേ പൂച്ച ഏറ്റു ചെല്ലണം. പറഞ്ഞു കൊടുക്കാണ്, അമ്മായിമ്മ ചട്ടുവം കൊണ്ട് പൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ 50 പവൻ ഉണ്ടായിരുന്നു, അത് മുഴുവനും അവര് എടുത്തു എന്ന് പറയണം. എവിടെ അനുഭവം? അങ്ങനെ പറഞ്ഞാൽ മതി, തെളിവൊന്നുമില്ലല്ലോ. മഹല് രജിസ്റ്ററിൽ ഭവനൊന്നും എഴുതിയിട്ടില്ലല്ലോ, മഹർ എഴുതുന്നല്ലാതെ. അത് വക്കീല് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ ഇവര് കേസ് കനം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വാദിക്കാൻ. പാവപ്പെട്ട ആ തള്ള തൊട്ടിട്ടുണ്ടാവില്ല, ആ അമ്മനെ പറ്റിയാ പറയേണ്ടത്, അങ്ങനെ പേടിപ്പിച്ചു, ഇങ്ങനെ പേടിപ്പിച്ചു കോടതിയിൽ. സഹോദര ചിന്തിക്കണം, ഇവരെന്നും പഠിച്ചോൻ വെറുതെ വിടൂല. അങ്ങനെ ചൊല്ലി പഠിപ്പിക്കുന്നതിന്റെ വരുമാനത്തിന്റെ അവസ്ഥ എന്താ ശ്രദ്ധിക്കണ്ടേ? സഹോദര ചിന്തിക്കണം, നല്ല കാര്യത്തിന് സാക്ഷി നിൽക്കണം. സാക്ഷി നിൽക്കുമ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് കരുതാൻ പാടില്ല. സാക്ഷി നിൽക്കുക, അത് സത്യത്തിന് സാക്ഷി നിൽക്കുക, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അവസാനം അല്ലാഹു തആല പറയുന്നു വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നിസ്കാരത്തിന്റെ പേരിൽ അതീവ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കും. ആദ്യം പറഞ്ഞത് അഥവാ ഖളാ ആയാലും വേഗത്തിൽ നിസ്കരിച്ചു കൂട്ടുന്നതാണ്. അവസാനം പറയുന്നതോ ഖളാ ആക്കാതെ സമയബന്ധിതമായി നിർവഹിക്കും, കൃത്യമായി. നിസ്കാരം ഒരിക്കലും ഖളാകുന്ന അവസ്ഥ പോലും ഉണ്ടാവൂല, വളരെ കൃത്യമായിട്ട് അവർ നിർവഹിക്കുന്നവരാണ്. എന്നിട്ട് ഈ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുന്നത് ഉലൈക ഫീ ജന്നാത്ത്, അങ്ങനെയുള്ള ആളുകൾ അവർ സ്വർഗ്ഗത്തോപ്പുകളിൽ മുക്രമൂൻ, അവർ ആദരണീയരാകുന്നു. ഈ കാര്യങ്ങളുള്ള ആളുകൾ അവർ സ്വർഗ്ഗത്തോപ്പുകളിലായിരിക്കും, മാത്രമല്ല അവർ ആദരണീയരായിരിക്കും എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി ഇതേ വിഷയം അല്ലാഹു തആല ഒന്നിനർത്ഥം വെക്കാം. ഇതൊന്നും കുറഞ്ഞൊരു വ്യത്യാസം ഉണ്ടാവും, കുറഞ്ഞൊരു വ്യത്യാസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ആരാണവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവിടെ നിസ്കാരത്തിൽ ഭയമുള്ളവരായിരിക്കും, ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരായിരിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, നിരർത്ഥകമായ കളികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കും. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൃത്യമായി കൊടുക്കുന്നവരായിരിക്കും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കും, സ്വന്തം ഇണകളിലൊഴികെ, അടിമകളിലും ഒഴികെ. അതിനപ്പുറത്തേക്ക് അവർ ആഗ്രഹിച്ചാൽ അവർ അതിരുവിട്ടവരാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, വിശ്വസിച്ചേൽപ്പിച്ചതിലും അതുപോലെ ഉടമ്പടി ചെയ്തതിലും അവർ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരവരുടെ നിസ്കാരങ്ങളുടെ മേലിൽ അതീവ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കും. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികൾ. ഏതനന്തരമെടുക്കും? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് അവർ അനന്തരമെടുക്കും. ഹും ഫീഹാ
ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. നല്ല രസണ്ട് ഈ ആയത്തുകൾ. ഇതും ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന സൂറത്തിലെ മഅാരിജിലെ ആയത്തുള്ള നല്ല ബന്ധമുണ്ട്. ആദ്യം പറഞ്ഞത് ഇവിടെ മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നാണ്. ആരാ? നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ എന്നാണ്. അവിടെ പറഞ്ഞതോ നിസ്കാരത്തിന്റെ മേൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവർ എന്നാണ്. ഇവിടെ ഏറെ പറഞ്ഞ എന്താണ്? കളി തമാശകളിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ്. ഇവിടെ വല്ലദീനഹും ലിസകാത്തി ഫായിലൂൻ, സകാത്ത് കൊടുക്കുന്നു. അവിടെ മുതലിൽ ഒരു നിശ്ചിത വിഹിതമുണ്ട്. ഹഖും മഅലൂം എന്ന് പറഞ്ഞു. രണ്ടും ഒന്നല്ല. ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നത് ഇതേ വാക്കുകളാണ് അല്ലാഹു തആല അവിടെയും ഉപയോഗിച്ചത്. ഒരു വ്യത്യാസമില്ല. പിന്നെ സാക്ഷിത്വം നിർവഹിക്കുന്നത് അതിനെപ്പറ്റി അവിടെ കൂടുതൽ പറഞ്ഞു. വിശ്വസിച്ചേൽപ്പിച്ചതിലും കരാർ ചെയ്തതിലും സത്യസന്ധത പാലിക്കുന്നത് ഇവിടെയും അവിടെയും ഒരുപോലെ. അവിടെ പറഞ്ഞത് നോക്കൂ, നമ്മളിപ്പോ വിശദീകരിക്കുന്ന സൂറത്തിൽ അല്ലാഹു ലാസ്റ്റ് പറഞ്ഞത് ഉലായിക ഫീ ജന്നാത്തി മുക്രമൂൻ, അവർ സ്വർഗത്തിൽ, അവർ സ്വർഗത്തോപ്പുകളിലാണ്, അവർ ആദരണീയരാണ്. ഇവിടെ പറഞ്ഞതോ ഉലായിക ഹുമുൽ വാരിസൂൻ, അവർ അനന്തരാവകാശികളാണ്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കും. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുറ്റുമതിലുകളോടുകൂടെയുള്ള പിന്നെ തോട്ടത്തിനാണ് ഫിർദൗസ് എന്ന് അറബിയിൽ പറയും. അതേ വാക്ക് അള്ളാഹു ഉപയോഗിച്ചത് വിശാലമായ സ്വർഗം, എല്ലാ സൗകര്യങ്ങളുള്ള സ്വർഗം, സ്വർഗത്തോപ്പ്. സ്വർഗത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് കാറ്റഗറികളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നതാണ് ജന്നത്തുൽ ഫിർദൗസ്. അത് ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിച്ചോളൂ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിച്ചു, ആയിഷ ബീവിയെ, അള്ളാഹിന്റെ തിരുദൂതരുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, നബിയുടെ ജീവിതം ഖുർആനാണെന്ന് പറഞ്ഞു. എന്നിട്ട് മുഅ്മിനൂന സൂറത്തിലെ 10 ആയത്തുകൾ, അതിലുള്ള കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ ജീവിതം ഖുർആനാണെന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ ഓതിയത് 10 വചനങ്ങളാ. അപ്പൊ ഈ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ വിശദീകരിച്ച ഈ കാര്യങ്ങൾ, നിസ്കാരം, സക്കാത്ത്, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുക, കളിയിൽ നിന്ന് വിട്ടു നിൽക്കുക, സാക്ഷി നിൽക്കുന്നതിൽ നിൽക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. നബിന്റെ ജീവിതം ഖുർആനാണെന്ന് പറഞ്ഞിട്ട് ഓതിയത് 10 ആയത്താണ്. റസൂല് പറഞ്ഞതോ ആ മുഅ്മിനൂന സൂറത്തിലെ ആദ്യ ഭാഗത്തുള്ള 10 ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാണ്. അതന്നെയാണ് മഅാരിജ് സൂറത്തിൽ പറയുന്നത്. കുറഞ്ഞ വ്യത്യാസത്തോടുകൂടെ, വലിയ സാദൃശ്യത്തോടുകൂടെ അല്ലാഹു തആല ആ കാര്യം പറഞ്ഞു. അല്ലാഹു തആല ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ഹലാലായ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനാണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ചായയും കടിയൊക്കെ നൽകിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ആ സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ജീവിതത്തിൽ ഖൈർ നൽകുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم.
اللهم صل على محمد والآل كلهم وسلم 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അല്ലാഹുവേ വിശുദ്ധ ഖുർആന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്ർ സലാത്ത് ഇസ്തിഗ്ഫാർ സ്വീകരിക്കണേ റഹ്മാനെ. ദിക്റിന്റെ മാഹാത്മ്യം കൊണ്ട് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. പുണ്യനബിയുടെ മേലിൽ ചൊല്ലിയ സലാത്ത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അതിനർഹമായ കൂലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അർഹമായ കൂലി നൽകണേ റഹ്മാനെ. പുണ്യനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. കൂടുതൽ കാലം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കാര്യങ്ങളൊക്കെ സ്വന്തം നിലക്ക് ചെയ്യാനുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ. വയസ്സായവരുണ്ട്, അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ശാരീരികമായ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അല്ലാഹുവേ അത് തീർത്തു കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധമായി ഈ സദസ്സിലുള്ള നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ അവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. ഇത്ര നല്ല കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട്, ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ.